അറബ് നാട്ടിലെ പരമ്പരാഗത പെരുന്നാളുകളെ അറിയണമെങ്കിൽ ഒമാനിൽ തന്നെ പോകണം. ഒമാനിലെ പരമ്പരാഗത സൂക്കുകളിലേക്ക്. ആടുകളും ശുവാ മസാലകളൊക്കെ മണക്കുന്ന പരമ്പരാഗത സൂക്കുകൾ. ആട്, ഒട്ടകം, തൊപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, വസ്ത്രങ്ങൾ, അങ്ങനെ പെരുന്നാൾ ആഘോഷമാക്കാനുള്ള വസ്തുക്കൾ നിരനിരയായി വെച്ച് ആളുകളെ വിളിക്കുന്ന കച്ചവടക്കാർ. ലേലം വിളിച്ച് ആടിനെയും പോത്തിനെയും ഒട്ടകത്തെയും സ്വന്തമാക്കുന്നവർ ഒരു വശത്ത്. നമ്മുടെ നാട്ടിലെ പഴയ കാലത്തെ ആഴ്ചച്ചന്തകൾക്ക് സമാനമായ ഒന്ന്. എന്നാൽ ഒമാനിൽ ഇത്തരം പൊതുചന്തകൾ ഇപ്പോഴും നിത്യകാഴ്ചയാണ്. പെരുന്നാളിന് മുമ്പായി ഇത്തരം ചന്തകൾക്ക് വല്ലാത്തൊരു ചന്തം കൂടുതലുണ്ടാകും. കച്ചവടക്കാരും വാങ്ങാനെത്തുന്നവരെയും കൊണ്ട് നിറഞ്ഞു കവിയുന്നതാണ് അതിന് കാരണം. പെരുന്നാളിൻ്റെ താൽക്കാലിക ചന്തകളും ഉണ്ടാകാറുണ്ട്. അതിന് ഹബ്ത എന്നാണ് പേര്. ഈന്തപ്പനത്തോട്ടത്തിന് നടുവിലും വലിയ കോട്ടകൾക്ക് മുന്നിലുമായാണ് ഇത് സജ്ജീകരിക്കുക. ഈ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു ജനതയായിട്ട് നമുക്ക് ഒമാനെ കാണാൻ പറ്റും. അവിടെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും ആ ഒരു പാരമ്പര്യ കാര്യങ്ങൾക്ക് വളരെയധികം അവർ മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. കൃഷിക്കാർ അവരുടെ ഉൽപ്പന്നങ്ങൾ കുട്ടയിലും വണ്ടിയിലുമൊക്കെയായി കൊണ്ടുവരും. കന്നുകാലികളെ വളർത്തുന്നവർക്ക് മികച്ച വില കിട്ടുന്ന സീസൺ കൂടിയാണിത്. ഓരോ ഗ്രാമത്തിനും ഒരിടത്ത് ഇത്തരം പ്രധാന ചന്തകൾ ഉണ്ടാകും. വണ്ടികളിൽ കാലികളെ നിറച്ച് അവർ എത്തും. സൂര്യോദയം മുതൽ രാവിലെ 11 വരെയും ചിലയിടങ്ങളിൽ ഉച്ചക്ക് 1 മണി വരെയുമായിരിക്കും ഹബ്തയുണ്ടാവുക. സാധനങ്ങൾ വാങ്ങാനായി അയൽ വിലായത്തുകളിൽ നിന്ന് വരെ ജനങ്ങളെത്തും. വിലപേശിയും ലേലം വിളിച്ചും അവർ ആവശ്യമുള്ളതെല്ലാം വാങ്ങും. സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും എല്ലാം സജീവമാണെങ്കിലും ഹബ്ത സന്ദർശിക്കാതെ തങ്ങളുടെ പെരുന്നാളുകൾ പൂർണ്ണമാകില്ലെന്നാണ് സ്വദേശികളുടെ പക്ഷം. നിസ്വയിലെയും മസ്കത്തിലെ വാദി കെബിറിലെയും ആഴ്ചച്ചന്തകളും പെരുന്നാളിനോടനുബന്ധിച്ച് പൂരപ്പറമ്പിന് സമാനമാകും. കാലികളെയും മറ്റും സാധനങ്ങളെയും ലേലം വിളിക്കുന്നതിൻ്റെ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അത്തറിൻ്റെ മണവും പുതുവസ്ത്രത്തിൻ്റെ തിളക്കവും നോക്കി നോക്കി കുട്ടികളും സ്ത്രീകളും ഇങ്ങനെ നടക്കും. പെരുന്നാൾ അടുക്കുന്നതോടെ കുട്ടികളെ കൂട്ടി ഹബ്തയിലേക്കും ഇത്തരം ചന്തകളിലേക്കും വരിക എന്നത് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒമാനികളുടെ രീതിയാണ്. പെരുന്നാളിന് വീടൊരുക്കാൻ ഇവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന് നിർബന്ധമായി കൊണ്ടു നടക്കുന്നവരുണ്ട്. ഒമാനികളുടെ ഇഷ്ടഭക്ഷണമായി ശുവ ഉണ്ടാക്കാനാണ് പെരുന്നാളിന് ഇത്രയും ആടുകൾ കച്ചവടത്തിനെത്തുക. ഒരു സ്ഥലത്ത് ആടുകളുടെ കച്ചവടം പൊടിപൊടിക്കുമ്പോൾ മറുവശത്ത് ശുവക്ക് ആവശ്യമായ മസാലയും വിറകും അതിനായി ഉപയോഗിക്കുന്ന ഇലകളും വിൽക്കുന്നവരെ കാണാം. ഇപ്പം നമുക്കറിയാം സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഒരു സാധാരണക്കാരനായ ഒമാനിയെ സംബന്ധിച്ചിടത്തോളം ഹബ്ത സന്ദർശിക്കാതെ അവരുടെ ഈദ് പൂർണ്ണമാകില്ല. കാരണം അവർക്ക് ഈ ഹബ്തയിലൂടെ കയറി ഇറങ്ങിക്കൊണ്ട് അവർ ഷൂക്ക് തയ്യാറാക്കേണ്ട പായ, അതുകൊണ്ട് വേണ്ട മറ്റ് കരികൾ, എല്ലാ കാര്യങ്ങളും എന്നടക്കം വരുന്നവർക്ക് അന്ന് കുട്ടി കൊടുക്കേണ്ട മിഠായികൾ പോലും ഇത്തരം ചന്തകൾക്കായിട്ട് അവർ മേടിക്കും. ഒരു കാലത്ത് ഒമാൻ്റെ പ്രധാന മാർക്കറ്റായിരുന്ന മത്ര സൂക്ക് കൂടുതൽ സജീവമാവുന്ന സമയം കൂടിയാണ് പെരുന്നാൾ സീസൺ. അന്തരീക്ഷത്തിൽ കുന്തിരിക്കത്തിൻ്റെ മണമുള്ള ഒമാനിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സൂക്കിലൂടെ സ്വദേശികളും വിദേശികളും ഒഴുകും. വസ്ത്രത്തിൻ്റെയും സുഗന്ധദ്രവ്യത്തിൻ്റെയും കുന്തിരിക്കത്തിൻ്റെയും കച്ചവടമാണ് ഇവിടെ കൂടുതലായി നടക്കുക. കടയിലേക്ക് വാങ്ങാനെത്തുന്നവരെ സ്വാഗതം ചെയ്ത് കച്ചവടക്കാർ സൂക്കിൻ്റെ ഇരുഭാഗത്തും നിലയുറപ്പിച്ചിട്ടുണ്ടാകും. പൈതൃകത്തിലും പാരമ്പര്യത്തിലും അത്രമേൽ അഭിമാനിക്കുന്ന ഒരു ജനത. കാലം മാറിയിട്ടും തലമുറകളായി കൈമാറ്റം ചെയ്യുന്ന ജീവിത രീതികൾ പിന്തുടരുന്നു എന്നതാണ് ഒമാനെയും ഇവിടത്തുകാരെയും വ്യത്യസ്തമാക്കുന്നത്.